നമ്മൾ ഇന്ന് കണ്ണൂർ വിസ്മയ പാർക്കിൽ വരാനുണ്ടായ കാരണം നമ്മൾ ഈ അടുത്ത സമയത്ത് നമ്മൾ വയനാട്ടിൽ ദുരന്തം സംഭവിച്ച എല്ലാവർക്കും അറിയാം. ഉരുൾപൊട്ടലിൽ അതിലൊരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് നാശനഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ട്. ഒരു പ്രദേശം മുഴുവൻ, 2 പ്രദേശങ്ങൾ മുഴുവൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് കുട്ടികളുണ്ട്. ഇന്നും മാനസിക നില വീണ്ടെടുക്കാൻ പറ്റാതെ അവർ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ കഴിയുന്ന നമുക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ KET എമർജൻസി ടീം കേരളത്തിലും GCC രാജ്യങ്ങളിലൊക്കെ തന്നെ എല്ലായിടങ്ങളിലും ഈ ഒരു സംഘടനയുണ്ട്. ആ KET എമർജൻസി ടീമിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് ആയിട്ടാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഈ ഒരു സംഘടനയ്ക്ക് ഈ കുട്ടികളെ, വയനാട്ടിൽ ദുരന്ത മേഖലയിലുണ്ടായ കുട്ടികളെ അവരുടെ മാനസിക ഉല്ലാസം നടത്തിക്കൊണ്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിസ്മയ പാർക്കിലേക്ക് ഒരു ഉല്ലാസയാത്ര സംഘടിപ്പിച്ചതാണ്. അതിന് കാരണമായത് നമ്മൾ അവിടെ രക്ഷാപ്രവർത്തനത്തോടൊപ്പം തന്നെ നമ്മളവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മലപ്പുറം ജില്ലയുടെ മഷൂദ് എന്നുള്ള ആൾ ഇവിടെ എൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹമാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഒരു 10-53 ഡോക്ടേഴ്സിനെ അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ സ്റ്റാഫിനെ ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് അവിടെ അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ അവിടെ 24 ദിവസത്തോളം നമുക്ക് അവിടെ പ്രവർത്തനം നടത്താൻ പറ്റി. അതിൽ 4600ഓളം ആളുകൾക്ക് അവിടെ ചികിത്സ തേടാൻ കഴിഞ്ഞു. അതൊക്കെ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനിക്കാവുന്ന ഓരോ പ്രവർത്തകർക്കും അഭിമാനമുണ്ട് അതിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നടത്തിയൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് കുട്ടികൾ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നതായിട്ട് മഷൂദിന് മനസ്സിലാവുന്നത്. മഷൂദ് അത് നമ്മുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും മലപ്പുറം ജില്ലാ കമ്മിറ്റി വയനാടും കണ്ണൂരുമായിട്ടുള്ള, കണ്ണൂരാണ് വിസ്മയ പാർക്കുള്ള, കണ്ണൂരിലെ പ്രസിഡൻറ്റ് സഫാൻ ആണ്, അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ GCC ട്രഷററാണ് സജീർ, പിന്നെ നമ്മുടെ മഷൂദാണിത്. അങ്ങനെ ഇവരൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. ഒരു വലിയ സംഘം നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. മറ്റ് പല ജില്ലകളിൽ നിന്ന് വന്ന KET പ്രവർത്തകരുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് കൂടിയുണ്ട്. ഈ ഒരു പാർക്കിൽ അവർ ഉല്ലസിക്കുന്നതോടൊപ്പം എൻ്റർടൈൻമെൻറ്റ് കൂടി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ വയനാടിനോട് പല രീതിയിലും വയനാടിൻ്റെ കുട്ടികളെ, അല്ലെ വയനാട്ടിലുള്ള കഷ്ടപ്പെടുന്ന ആളുകളെ, അല്ലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി KET എന്ന സംഘടന കൂടെ ഉണ്ടാവും.
Chupo, DJ Tadeo, DJ Raulito. ¡Con fuerza, muchachos! Siga moviendo la banda. Moviendo manita, moviendo manita, moviendo manita, moviendo manita, moviendo manita. A ver, lo tienes que ayudar con esto. ¿Qué dice? La banda se mueve para, se mueve para, se mueve para. Y para vos, vuelve la asesina, porque ella no para de bailar, bailar, bailar. Arriba, arriba la mata, arriba, arriba, arriba la mata. Arriba, arriba la mata, arriba, arriba, arriba la mata. Arriba, arriba la mata, arriba, arriba, arriba la mata. Arriba, arriba la mata, arriba, arriba, arriba la mata. Ahora, ahora.
ഈ പുഴയുടെ കര പിടിച്ചുകൊണ്ട് അറബിക്കടൽ അതിൽ എത്ര കടമുണ്ട് ഏത് തോണിക്കാരെ കുത്തി നിർത്തിയാലും ഇരുവഴിപ്പുഴ അറബിക്കടലിൽ എത്തുകതന്നെ ചെയ്യും. ഇരുവഴി അറബിക്കടലിലുള്ളതാണ് കാഞ്ചന മുറിയുന്നതാണ്. ഇത് മുറിയുന്ന വാക്ക ഏറ്റവും വലിയ സമയം. എൻജോയ് ചെയ്തോ? അതെയോ? ഇനിയിപ്പോ ഏതിലാ കയറാനുള്ള? വെള്ളത്തിൽ തന്നെയാ കളിക്കാൻ പരിപാടി? ആണോ? നീയോ? സ്വിമ്മിംഗ് പൂളിൽ കളിക്കാനാണോ കൂടുതൽ ഇഷ്ടം? എങ്ങനെയുണ്ട് വിസ്മയ പാർക്ക്? ഇനി വരുമോ? തീർച്ചയായും വരും. എങ്ങനെയുണ്ടായിരുന്നു വിസ്മയ പാർക്ക്? ഇഷ്ടായി. ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടമായി? ഏത് റൈഡാ ഇഷ്ടമായേ? വെള്ളത്തിൽ കളിച്ചോ? എങ്ങനെയുണ്ട്? ഇനി വരുമോ ഈ വിസ്മയ പാർക്കിലേക്ക്? എന്തായാലും വരും. ഇനിയിപ്പം ഒഴിവ് സമയം എപ്പോ കിട്ടിയാലും ഞങ്ങൾ വരും. തീർച്ചയായും വരും അല്ലേ? വരും. ഇഷ്ടമായോടാ വിസ്മയ പാർക്ക്? ഇഷ്ടമായോ? എന്തോ മുഖത്തെന്തോ ഒരു ഇഷ്ടമല്ലാത്ത രീതിയിലോ? ഇല്ല, എന്തായാലും ഇഷ്ടമായി, നല്ലോണം ഇഷ്ടമായി. ഏതാ കൂടുതൽ ഇഷ്ടമായ റൈഡ്? ഏതാ? സ്വിമ്മിംഗ് പൂളാണ്. എന്താ വെള്ളം ഉള്ളതുകൊണ്ടാ? എല്ലാം ഇഷ്ടമായി. വെള്ളത്തിൽ കളിക്കാനാണോ കൂടുതൽ ഇഷ്ടം? ഇനി വരുമോ വിസ്മയ പാർക്കിലേക്ക്? ഓക്കെ, എല്ലാം ഏത് സമയത്തും വരും അല്ലേ? ഇനിയുണ്ടോ? ഇനി എത്ര നേരം ഉണ്ടാവും ഇവിടെ? എത്ര സമയം കിട്ടിയാലും ഇവിടെ തന്നെ ഉണ്ടാവും. എങ്ങനെ വിസ്മയ പാർക്ക് ഇഷ്ടമായോ? കൊള്ളാം. എത്ര റൈഡിൽ കയറി? ഇപ്പൊ ഒരു 4-5 കയറിണ്ടോ. അപ്പൊ വെള്ളമാണോ കൂടുതൽ ഇഷ്ടമായി? ഇപ്പൊ നീന്തി കളിക്കുന്നൊക്കെ കണ്ടു. വെള്ള അവിടുന്ന് ഡാൻസ് കളിച്ചോ? കളിച്ചു. ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടല്ലോ. എൻ്റെ പേര് നിസാമുദ്ദീൻ. എനിക്ക് വിസ്മയ പാർക്ക് നല്ല ഇഷ്ടമായി. ഇപ്പൊ ഇനി എല്ലാ പ്രാവശ്യം വരുമോ? സമയം കിട്ടുമ്പോഴൊക്കെ? ഓ, എന്തായാലും വരും. ഇങ്ങോട്ട് ടൂറുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വരും. ഇങ്ങോട്ട് ടൂറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് തന്നെ വരുന്ന പറയുന്നത്. അതെ. ഇപ്പം ഇനി ഏതിലാ കയറാനുള്ളത്?
ഇനി ഇവിടുത്തെ വെള്ളത്തിൻ്റെ സെക്ഷൻ മൊത്തം കയറാണ്ട്, താഴത്തൊക്കെ കഴിഞ്ഞു. കൂടുതൽ ഏതാ ഇഷ്ടമായി? ഏത് റൈഡാ? സ്ട്രൈക്കിംഗ് കാറൊക്കെ ഇഷ്ടമായോ? ഓ, എല്ലാത്തിലും കയറി. ഇനി എപ്പോൾ തിരിച്ചു പോകാനാ പ്ലാൻ? ഞങ്ങൾക്ക് 6 മണി വരെയാണ് ടൈം നിൽക്കണേ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തിരിച്ചു. അപ്പോൾ പരമാവധി എൻജോയ് ചെയ്യട്ടോ. ഓക്കെ. വയനാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഓ, ഇഷ്ടമായി. ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ റൈഡ് ഏതാ? ഏറ്റവും കൂടുതൽ താഴൊരു ആകാശത്തോണി ഉണ്ട്, അതാണ്. സ്കൈ ട്രെയിൻ അതിലാണോ കയറിയേ? സ്കൈ ഡ്രൈവ് അങ്ങനെ സ്ട്രൈക്കിംഗ് കാറിൽ കയറിയോ? സ്ട്രൈക്കിംഗ് കാറിൽ. ഇനി ഏതിലാ കയറാനുള്ള? ബാക്കിയുള്ള ഏതാ? ഇനി ഞങ്ങൾക്ക് മെയിൻ പൂള് കയറാണ്ട്, പിന്നെ മേലെ തന്നെ കുറച്ചും കൂടി റൈഡ് ഉണ്ട്, ഊഞ്ഞാല്, അങ്ങനെ കുറേ റൈഡുകളുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു വിസ്മയ പാർക്കിലെ എക്സ്പീരിയൻസ് മൊത്തമായിട്ടുള്ളത്? അടിപൊളി പാർക്ക് തന്നെയാണ്. അടിപൊളി പാർക്കാണ്. ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും ഒക്കെ ഒരുമിച്ച് വരാൻ പറ്റുന്ന പാർക്കാണ്. അപ്പൊ ഇനി വരുമോ? ഓ, എന്തായാലും വരും. അടിച്ചു വിളിക്കട്ടോ. ഇല്ലല്ല ഇല്ലല്ല, എന്താ പറയണ്ടേ? ആദ്യമായിട്ടോ ഒരാൾ പറയട്ടെ എന്ന് പറഞ്ഞു വന്നത്. പറഞ്ഞുതരാം, വെപ്രാളപ്പെടുന്നും വേണ്ട. എങ്ങനെയുണ്ടായിരുന്നു വിസ്മയ പാർക്ക്? ഇഷ്ടമായോ? ഇഷ്ടമായി. ഏതൊക്കെ റൈഡിലാ കയറിയ? ഇവിടെ അങ്ങനെയൊന്നും ഇല്ല, മൊത്തം കയറി. എവിടെയാണ് കാണുന്നത് അതിലൊക്കെ കയറി. ഇനി ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? ഏതാ? ഈ വാട്ടർ റൈഡാണ്. എല്ലാവർക്കും ഈ വാട്ടർ റൈഡാണ് ഇഷ്ടപ്പെട്ടു. അതിന്റെ സീക്രട്ട് എന്താണോ എന്തോ. എന്തായാലും മൊത്തത്തിൽ ഇഷ്ടമായി. ഇനി വരുമോ? ഒഴിവ് കിട്ടുമ്പോഴൊക്കെ വരുമോ? സ്കൂളിൽ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ലീവ് കിട്ടിയാലും വരും. ഓക്കെ, അത്രയ്ക്ക് ഇഷ്ടമായി അല്ലേ? ഓക്കെ, എൻജോയ് കേട്ടോ. എങ്ങനെയുണ്ട് വിസ്മയ പാർക്കിൽ? ആദ്യമായിട്ടാണോ? അല്ല, ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ്. എങ്ങനെയാ, ഇഷ്ടമായോ? ഇഷ്ടമായി. പിള്ളേരെയും കൊണ്ട് വന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിലും കയറിയോ? ഇല്ല, സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ജസ്റ്റ് എത്താൻ കുറച്ച് ലേറ്റായി പോയി. പിന്നെ വേറെ കുറച്ച് പരിപാടികളുണ്ട്, സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. മാജിക് ഷോ ഒക്കെ ഉണ്ടായി. ഇപ്പൊ കയറിയതിൽ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടമായി? ഇപ്പൊ കയറിയതിൽ മിക്കവാറും എല്ലാവർക്കും വാട്ടർ അതെ, എല്ലാരും സ്കൈൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു മുകളിലോട്ട് പോകുന്നത്. അത് ചോദിച്ച എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് വാട്ടറാണ്. വെള്ളമാണ് എല്ലാവർക്കും വാട്ടർ ഇഷ്ടമായതുകൊണ്ടായിരിക്കണം മേ ബി. ഇപ്പൊ മെയിനായിട്ട് നമ്മുടെ എന്താ പറയാ, പുഴയൊക്കെയായാലും അങ്ങോട്ട് അങ്ങനെ ഇറങ്ങലില്ലല്ലോ പിള്ളേർ, വീട്ടിൽ തന്നെ അല്ലേ. ഈ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഈ പൂളാണ്. അപ്പൊ പിന്നെ പൂളിക്ക് വരുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ കൂട്ടത്തിൽ നിങ്ങളും വെള്ളത്തിൽ എൻജോയ് ചെയ്ത് പിള്ളേരെയും കൊണ്ടുവന്ന് ഞങ്ങളും കുറച്ച് എൻജോയ് ചെയ്തു. ആദ്യമായിട്ട് വന്ന ആൾ ഇനിയും വരുമോ? മേ ബി വരാൻ പറ്റിയാ വരും. ഇനി ഇവരെ കൊണ്ട് തന്നെ വരണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരാൻ പറ്റിയ തീർച്ചയായും ഇവരെ കൊണ്ട് പറ്റുന്ന പോലെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഇനിയും കൂടുതൽ ചെയ്യാൻ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ ഇനിയും ഇവരെയും കൊണ്ട് ഇനി ഇവിടെ കാണാൻ സാധിക്കട്ടെ ഞങ്ങൾക്ക്. നല്ല പിള്ളേരെ കൂടുതൽ എല്ലാവർക്കും കൊണ്ടുപോകാൻ പറ്റുന്ന അങ്ങോട്ട് ഞങ്ങൾ കൊണ്ടുപോകും. ഞങ്ങളെ കൊണ്ട് രീതിയിൽ ഞങ്ങൾ ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പൊ അടിച്ചു വിളിക്കട്ടോ അവരുടെ കൂടെ നിങ്ങളും. ഓക്കെ. നഷ്ടങ്ങൾ തീരാ നോവാണെങ്കിലും ഇന്നീ കുഞ്ഞുങ്ങൾ മനസ്സ് തുറന്ന് ചിരിക്കുകയാണ്. ആ ചിരിക്ക് വേദിയാവുകയാണ് വിസ്മയ പാർക്ക്. Sarah.